ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 75ാം വാർഷികം രാജ്യം ആഘോഷിക്കുകയാണ്. ഇന്ന് പാർലമെൻറ്റിലൊക്കെ വലിയ പരിപാടികളൊക്കെ കണ്ടു. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു വാചകം, മഹത്തായൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്, പക്ഷേ മോശപ്പെട്ട കൂട്ടരാണ് ഭരിക്കുന്നതെങ്കിൽ ആ ഭരണഘടന വികലമാക്കപ്പെടും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ദിവസത്തെക്കുറിച്ച് പറയുന്നതും അത് ആഘോഷിക്കുന്നത്, കാണുന്നതും രാജ്യം അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതും. എന്താണ് നമ്മുടെ ഭരണഘടനയുടെ പ്രസക്തി? നമുക്ക് നമ്മുടെ ഭരണഘടന ഏറ്റവും വലിയ പ്രസക്തി, നമ്മുടെ രാജ്യം 75 വർഷമായിട്ട് 75 വർഷത്തിലധികമായി ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ലോകത്തെ ഒരു മഹാത്ഭുതം തന്നെയാണ് ഇന്ത്യ. കാരണം ഇത്രയും അധികം വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറ്റില്ല, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം. വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത്തരം വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. തീർത്തും വ്യത്യസ്തമായൊരു യൂണിവേഴ്സാണ് അല്ലേ? വ്യത്യസ്തമായൊരു ഭാഷ, വ്യത്യസ്തമായ സംസ്കാരം, രീതികൾ എല്ലാം. ഇത്രയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം ഇത്രയധികം കാലം നിലനിൽക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ 47 അല്ലെങ്കിൽ 57 67 ഒന്നും അവസ്ഥയല്ല ഇന്ന്. ലോകത്തെ പ്രധാനപ്പെട്ടൊരു ശക്തിയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു. അപ്പോൾ പലതരത്തിലുള്ള പ്രവചനങ്ങൾ വരുന്നുണ്ട്. അടുത്ത 2050 ആകുമ്പോഴേക്ക് ലോകത്തെ 2ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറും എന്നൊക്കെയുള്ള നിലക്കുള്ള ഇന്ത്യ അനുകൂലികളല്ലാത്ത ആളുകൾ വരെ ആ നിലക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫോഴ്സായിട്ട് ഇന്ത്യ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതേ കാലയളവിൽ സമാന സ്വഭാവത്തിലുള്ള രാജ്യങ്ങൾക്കൊക്കെ എന്തു സംഭവിച്ചു തന്നെ ശാന്തി. ഒറ്റ കാര്യം നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. നമ്മളുണ്ടായ അതേ ദിവസം ഉണ്ടായ രാജ്യമാണ് പാകിസ്ഥാൻ അല്ലേ? ആ പാകിസ്ഥാൻ 1970 ആകുമ്പോഴേക്ക് 2 രാജ്യമായി മാറി. ഇതുവരേക്കും ആ രാജ്യത്തിന് നവർന്നു നിൽക്കാൻ പറ്റി നമ്മൾ കാണുന്നില്ല. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യം. ഭൂമിയുടെ തന്നെ ഏറ്റവും കൂടുതൽ പങ്ക് അവരുടെ കയ്യിലായിരുന്നു. ആ രാജ്യത്തിനും ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും ആധിപത്യം ഉണ്ടായിരുന്നു. ഒരു എല്ലാ നിലക്കും അതിശക്തമായ രാജ്യം. 1922 രാജ്യം ഉണ്ടാകുന്നത്. 1991 ഡിസംബർ 26 നമ്മൾ നേരം വെളുത്ത് നോക്കുമ്പോൾ ആ രാജ്യമില്ല. എന്തോരം രാജ്യമായിരുന്നത്. ആ രാജ്യം ഇല്ലാണ്ടായി. നമ്മുടേതുപോലെ തന്നെ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 10-16 റിപ്പബ്ലിക്കുകൾ, നമുക്ക് സംസ്ഥാനങ്ങളെന്ന പോലെ 16ഓളം റിപ്പബ്ലിക്കുകൾ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു. ആ രാജ്യം ഇല്ലാണ്ടായി. ആ രാജ്യം ഇല്ലാണ്ടായതിന് ഭയങ്കര തമാശ ഉണ്ട്. അങ്ങനെ ഒരു രാജ്യം സോവിയറ്റ് യൂണിയൻ തകരാൻ പോകുന്നു എന്നുള്ള വിശകലനങ്ങൾ പല മാധ്യമങ്ങളിലും വരാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വെസ്റ്റേൺ മീഡിയാസിൽ. എനിക്ക് തോന്നുന്നത് ഒരു 80കളുടെ അവസാനത്ത് തന്നെ ഒരു ഫ്രഞ്ച് ജേർണലിസ്റ്റ്, വനിതാ ജേർണലിസ്റ്റ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഡിക്ലൈൻ ഓഫ് ദ എംപയർ എന്ന് പറഞ്ഞിട്ട്. സോവിയറ്റ് യൂണിയൻ തകർച്ച പ്രഡിക്റ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അന്ന് കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇടതുപക്ഷ നേതാവ്, ഒരു മാർക്സിസ്റ്റ് ബുദ്ധിജീവി പ്രതികരിച്ചത്, സോവിയറ്റ് യൂണിയൻ തകരുകയോ അത് മനുഷ്യൻ കുരങ്ങിനിലേക്ക് തിരിച്ചു പോകും എന്ന് പറയുന്നത് പോലെ അസംഭവ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്നാണ്. പക്ഷേ ആ രാജ്യം ഇല്ലാണ്ടായി. യുഗോസ്ലാവിയ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7-8 രാജ്യങ്ങളായി മാറി. ചെക്കോസ്ലോവാക്യ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് നിരവധി രാജ്യങ്ങൾ ഈ സമയത്തിനുള്ളിൽ 47 ശേഷമുള്ള കഥ മാത്രം എടുത്തു കഴിഞ്ഞാൽ വിഘടിച്ചതിന് ശേഷം വിഘടിക്കുകയും പരസ്പരം യുദ്ധം ചെയ്യുകയും 10,000 ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരുപാട് കഥകളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് ദൗർബല്യങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിലക്കുള്ള ഒരു ഫ്യൂച്ചർ കൊലാപ്സ് അതൊരു ചർച്ച പോലുമായിട്ട് ഇവിടെ ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ത്രെഡ് എന്താണ്, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നിലനിർത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഭരണഘടനയാണ്. അതിമനോഹരമായിട്ടുള്ള ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടനയ്ക്കെതിരെ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചത് BR അംബേദ്കർ തന്നെയാണ്. അതിലുള്ള എന്താ പറയുക, അതിൻ്റെ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിച്ച ആൾ. ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഡിസ്കഷനിൽ പറഞ്ഞു, ഒരേ സമയം
സെക്യുലർ മോഡേൺ ആയിട്ടുള്ളൊരു ഭരണഘടനയായിട്ട് വിഭാവനം ചെയ്യും. അതിനകത്ത് തന്നെ മദ്യനിരോധനം, പിന്നെ ഗോവധ നിരോധനം പോലെയുള്ള സംഗതികൾ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള വിചിത്രമായ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ഭരണഘടനക്കകത്തുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രസക്തിയും ഈ രാജ്യത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെയും വൈജാത്യങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇലാസ്തികത ഭരണഘടനയെ വിമർശിക്കുന്ന ആൾക്ക് പോലും ഇവിടെ അതിനുള്ള അവകാശം ലഭിക്കുന്ന ഇലാസ്തികത, ഭൂമിശാസ്ത്ര വിഭാഗങ്ങൾ, സാമൂഹിക വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങൾ, ഭാഷാ വിഭാഗങ്ങൾ, ഇതിനെയെല്ലാം അതിൻ്റെ തനിമയിൽ അതിൻ്റെ സ്വത്വത്തെ മാനിച്ചുകൊണ്ട് പരസ്പരം ചേർത്ത് നിൽക്കുന്ന ഈ പ്രൊക്രൂസ്റ്റസിൻ്റെ കട്ടിൽ കേട്ടിട്ടില്ല, അതേമാതിരി എല്ലാവരെയും ഒരു അച്ചിലിങ്ങനെ വെട്ടി ഒതുക്കിയെടുക്കുകയല്ല, അവരവരുടെ സ്വത്വങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് കൂട്ടിയോജിപ്പിക്കുന്ന അസാധാരണത്വം, അതാണ് നമ്മുടെ ഭരണഘടനയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ നാളെ ഭരണഘടന ഭേദഗതി ചെയ്യുമോ അങ്ങനെയൊന്നുമല്ല. ഈ ഭരണഘടന അവിടെ നിലനിർത്തിക്കൊണ്ട് ഭരണഘടനയുടെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ ആത്മാവില്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇന്ന് നോക്കും, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞാൻ പലവട്ടം പറഞ്ഞാണ്. ഈ ഭരണഘടന കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പുകളായിരുന്നു. സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിജയിച്ചവനും തോറ്റവനും ഒരേപോലെ അംഗീകരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ. നമ്മുടെ ഓർമ്മയിലുള്ള ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളെല്ലാം അങ്ങനെയാണ്. 2014 ശേഷമാണ് അതിൽ മാറ്റങ്ങളുണ്ടായത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം പാലക്കാട് നോക്കൂ, ടൈറ്റ്ലി ഫോട്ട് കോമ്പറ്റീഷനാണ്, അങ്ങേയറ്റം ടൈറ്റായിട്ടുള്ള മത്സരം നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു, സരിൻ തോക്കുന്നു. സരിൻ പറയുന്നുണ്ടോ രാഹുലിൻ്റെത് തട്ടിപ്പ് വിജയമാണ് എന്ന് പറയുന്നില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നു എന്ന് പറയുന്നില്ലല്ലോ. 2014 മൻമോഹൻ സിംഗ് അധികാരം നഷ്ടപ്പെടുന്നു, മോഡി അധികാരത്തിൽ വരുന്നു. മൻമോഹൻ സിംഗ് ചെയ്യുന്ന ആദ്യത്തെ പണി എന്താണ്? മോഡിയെ സല്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. മോഡിയെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് എന്താണ് വരുന്നത്? നമുക്ക് 2 മാസം മുമ്പ് നടന്നു ഹരിയാനയിൽ. ഈ ഫലം ഇതെന്താണ്? ഇതൊരു സ്റ്റോളൻ മാൻഡേറ്റാണ് എന്ന് പറയേണ്ടി വരിക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഓർമ്മയിലില്ലാത്ത, നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവത്തിലാണോ? എക്സെപ്റ്റ് 1987 കാശ്മീർ ഇലക്ഷൻ ഒഴികെ, കാശ്മീരിലെ അസംബ്ലി ഇലക്ഷൻ നോക്കൂ, ആ അസംബ്ലി ഇലക്ഷൻ റിഗ് ചെയ്യപ്പെട്ടു എന്ന് വ്യാപകമായ പരാതി ഉയർന്നതിന് ശേഷം സംഭവിക്കുന്ന എന്താണ്? അന്ന് മുതലാണ് കാശ്മീരിൽ ഈ ആംഡ് മിലിറ്റൻസി ഉണ്ടാവും, നമ്മൾ ഓർക്കണം. അപ്പോൾ തിരഞ്ഞെടുപ്പുകൾ, സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് സ്വതന്ത്രമാണോ അല്ലയോ എന്നുള്ളതല്ല, അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ജനത തകരുകയാണ് ചെയ്യുന്നത്, ആ സമൂഹം തകരുകയാണ് ചെയ്യുന്നത്, ആ രാജ്യം തകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ അതിഗുരുതരമായ കൃത്രിമത്വങ്ങൾ നടന്നു എന്ന് അതിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി ആരോപിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു വെറുതെ ആരോപണം ഉന്നയിക്കില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം എവിഡൻസ്, കുറേ അധികം നന്ന ചുരുങ്ങിയ സാഹചര്യ തെളിവുകളെങ്കിലും അവർ കൊണ്ടുവരികയാണല്ലോ. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവത്തിലില്ലാത്തൊരു കാര്യമാണ് രേഷ്മ അത്. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് നിലനിർത്തുന്ന എങ്ങനെയാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കാൻ, ഈ നിലക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ടായത്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് തീർത്തും സ്വതന്ത്രമായ ഒരു ഏജൻസിയാണ്. ഭരണഘടനാപരമായ സാധുത മാത്രമല്ല സുരക്ഷിതത്വമുള്ള ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടുന്നു. നിരവധിയായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ, സ്വതന്ത്രമായി നിലനിൽക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവ സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഭരണഘടന ലൈവായി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഭരണഘടന അതിൻ്റെ ഏടിൽ നിൽക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ സാധിക്കാത്ത വിധം പല നിലക്കുള്ള സമ്മർദ്ദങ്ങളിലോ പല നിലക്കുള്ള ഭീഷണികളിലോ അല്ലെങ്കിൽ പല നിലക്കുള്ള സ്വാധീനങ്ങളിലോ പെട്ട് വേറെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗതികെട്ട കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നു, ഈ രാജ്യത്ത് ഇത്രയും കാലം നിലനിർത്തിയ അതിൻ്റെ അടിസ്ഥാന തന്തുക്കളായിട്ടുള്ള കാര്യങ്ങൾ അത് ദുർബലപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഭരണഘടനാ ദിനത്തിൽ നമ്മളേറ്റവും അധികം വേദനിപ്പിക്കേണ്ട, ബേജാറാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇത് ഒക്കെ മഹാരാഷ്ട്രയിൽ അധികാരം ലഭിക്കും, BJPക്ക് സ്വതന്ത്രമായി സ്വസ്ഥമായിട്ട് ഭരിക്കാൻ പറ്റും. പക്ഷേ ഇൻ ദ ലോങ് റൺ അതിലെന്താ സംഭവിക്കുന്നത്? നമ്മുടെ രാഷ്ട്ര ശരീരത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
ഇന്ത്യ എന്ന് പറയുന്ന ഐഡിയയാണ് ദുർബലപ്പെടുത്തുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര കാലം ഇങ്ങനെ പോകാൻ പറ്റും? അത് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് എവിടെയാണ് ഇങ്ങനെ ജനാധിപത്യത്തെ ഏതെങ്കിലും രീതിയിൽ അട്ടിമറിച്ച ഭരണകൂടങ്ങളും സംവിധാനങ്ങളും രാജ്യങ്ങളും ഒക്കെ അവർക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും പഠിക്കുവാൻ ഇവർ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുക. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുമുണ്ട്. ഈ കൊളീജിയം തൊട്ടിങ്ങോട്ട് കശ്മീരിൻ്റെ പദവി റദ്ദാക്കൽ, ലാസ്റ്റ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഈ സെക്യുലർ ജനാധിപത്യം വാക്കുകൾ ഒഴിവാക്കണം എന്നുള്ളൊരു ഹർജി വന്നിട്ടുണ്ട്. അതിനെ കോടതി തള്ളി. പക്ഷേ അങ്ങനെ പോലും ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ ഇപ്പോൾ ഈ പാർട്ടികൾക്ക് ഓരോ താരപ്രചാരകരുണ്ടാവുമല്ലോ. ഭരണഘടന ഇന്ത്യ മുന്നണിയുടെ ഒരു താരപ്രചാരക വസ്തുവായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. കാരണം 400 സീറ്റ് ഞങ്ങൾക്ക് തരൂ, ഭരണഘടന ഞങ്ങൾ മാറ്റി എഴുതുമെന്ന് പറഞ്ഞ BJP നേതാക്കളുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്ത ഒരു ഉത്തരം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഇന്ത്യ മുന്നണി ഭരണഘടനയെ BJP നശിപ്പിക്കാൻ പോകുന്നു, RSS അതിനെ തിരുത്തി എഴുതാൻ പോകുന്നു എന്നുള്ളൊരു പ്രചാരണം ശക്തമായി നടത്തുകയും അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായോ ഭരണഘടനയെ അങ്ങനെ അങ്ങ് തൊടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, അതിനകത്ത് പല അടരുകളുണ്ട്. ദാവൂദ് സാഹിബ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും അത് വിശുദ്ധമാണെന്നും നരേന്ദ്രമോദി മുതൽ താഴേക്കുള്ള സകല BJP-ക്കാരും പറയുകയും അവരതിൽ തൊടാതെ ഭദ്രമായി അത് ചില്ലുകൂട്ടിൽ വെച്ചിരിക്കുകയും ചെയ്യും. അല്ല, പറയാൻ നിർബന്ധിതമായ ഒരു അവസ്ഥയുണ്ടല്ലോ. പറയും. അതിന് അവർക്ക് നോക്കൂ, ആ പ്രചാരണം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് അവർ നിരന്തരമായി ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കുന്ന അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആശയങ്ങളുടെ മൊത്തം ബൈപ്പാസ് ചെയ്യുകയാണ്. ഇതവിടെ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ആശയങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള വലിയൊരു പ്രോജക്റ്റ് അതിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം. രശ്മ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇന്ത്യ അതിൻ്റെ ഒരു സഞ്ചാരം എത്ര കാലം മുന്നോട്ട് പോകുമ്പോഴും അതിന് ഭാവിയിൽ വരാനിരിക്കുന്ന സകല സങ്കീർണതകളെയും മുൻകൂട്ടി കാണുകയും അതിനുള്ള പരിഹാരങ്ങളും സൊല്യൂഷൻസും അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, അതിൻ്റെ മൂല്യം. അപ്പോൾ അത് എല്ലാ വിഭാഗം മനുഷ്യരുടെയും അവസാനത്തെ അത്താണിന്ന് വിളിക്കാവുന്നതാണ്. കാരണം എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശങ്ങളുണ്ടെന്നും എല്ലാവരും അംഗീകരിക്കപ്പെടണമെന്നും എഴുതി വെച്ചിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ അടിസ്ഥാന സംഹിത ഇതാണല്ലോ. അതുകൊണ്ടാണ് ഭരണഘടനയെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നൊരു ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് ഏറ്റവും അടിത്തട്ട് മനുഷ്യർ പോലും വിശ്വസിക്കുകയും അവരതിനു വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അത് BJP-യെ പിടിച്ചുലച്ചിട്ടുണ്ട്. തർക്കമില്ലാത്ത കാര്യമാണ്. നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞു, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മറ്റേതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്രയധികം സങ്കീർണതകൾ ഉണ്ടായിട്ട് ഇത്രയധികം വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം വൈരുദ്ധ്യങ്ങളാൽ സമ്പന്നമാണെന്നും അതിന് വളരെ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് പൊട്ടിത്തകർന്നു പോകുമെന്നും അറിയാവുന്ന മനുഷ്യർ ഭരണഘടന ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയവർ എന്തിനു ചെയ്തു? അത് നിലനിർത്താനാണ് ഇതിൽ ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തെ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ഏകശിലാത്മക രാജ്യമായി ഒരു പ്രസിഡൻഷ്യൽ രീതിയിൽ ഒരാൾ മാത്രം ഒരു ചക്രവർത്തി മാത്രമായി ഭരിച്ചു പോവാനാണ് പദ്ധതിയെങ്കിൽ ഇത് തകർന്ന് തരിപ്പണമാകുമെന്നറിയാവുന്ന ആളുകളാണ് ഫെഡറലിസം എന്ന് പറയുന്ന അതിൻ്റെ കോർ അതിനകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നത്. കേന്ദ്രത്തിലൊരു യൂണിയൻ ഗവൺമെൻറ് ഉള്ളപ്പോൾ തന്നെ സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായ കക്ഷികൾ മത്സരിക്കുന്നു, വിജയിക്കുന്നു, അവരവിടെ സർക്കാരുകൾ ഉണ്ടാക്കുന്നു, ആ സർക്കാരുകൾക്ക് സവിശേഷമായ അധികാരവും പ്രിവിലേജും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പരസ്പര പൂരകമായ പാരസ്പര്യത്തോടെയാണ് ഇതിൻ്റെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ചക്രം ഒറ്റ ചക്രം മാത്രം കറങ്ങുകയും മറ്റൊന്നും കറങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ പൽചക്രങ്ങൾ തമ്മിലിട്ട് പൊട്ടുകയും ഇത് വീഴുകയും ചെയ്യും. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണഘടനയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഫെഡറലിസം എന്ന ആശയം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുരന്തമാണ്. ആ ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തോട് മതിപ്പുള്ളവരല്ല 2014 മുതൽ ഇന്ത്യ ഭരിക്കുന്നത്. ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കണം, RSSൻ്റെ നിലപാട് ഭരണഘടനയുടെ കണ്ടന്റിനോട് കടുത്ത വിയോജിപ്പായിരുന്നു അവർക്ക്. ഭരണഘടന ഉണ്ടാക്കുമ്പോൾ RSSൻ്റെ പ്രശ്നം ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തെ ഭരണഘടനയിലേക്ക് ചേർത്തില്ല എന്ന പ്രശ്നം അവർക്കുണ്ടായിരുന്നു. മനുസ്മൃതി എത്രയോ നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. അതിൻ്റെ നല്ല മൂല്യങ്ങളെ ഉൾപ്പെടുത്തിയില്ല. എന്ന് വെച്ചാൽ ഈ പറയുന്ന ബ്രാഹ്മണാധിപത്യം, ഒരു ഹിന്ദുത്വ, ഹിന്ദു ഭരണകൂടം, ഹിന്ദു വാല്യൂ സിസ്റ്റം ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കുക, ഇതൊന്നും വരാത്തതിലുള്ള വലിയ വിയോജിപ്പ് അവർ പ്രഖ്യാപിക്കുകയും ഓർഗനൈസറിൽ ലേഖനം എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അന്ന് മുതൽ തന്നെ ഭരണഘടന ഉണ്ടാക്കിയ രീതിയോട് വിയോജിപ്പ് അവർക്കുണ്ട്. ഇപ്പോൾ 2014 ശേഷം അവർ ഭരണാധികാരത്തിലേക്ക് വരുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന ഒന്ന്, നമ്മൾ പലപ്പോഴായി ഇവിടെ സംസാരിച്ചിട്ടുള്ളത് അതിൽ പല വഴികളിലൂടെ ഭരണഘടനയെ അതേ ടേബിളിൽ സുരക്ഷിതമായി അവിടെ നിലനിർത്തിക്കൊണ്ട് സംസ്ഥാനത്തെ സർക്കാരുകളുടെ പ്രിവിലേജസ്,
അവരുടെ അധികാരങ്ങൾ അവകാശങ്ങൾ ഇല്ലാതാക്കുകയും എല്ലാം മുകളിൽ നിന്ന് ചക്രവർത്തി ഭരിക്കുന്നു എന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണ്. GST മുതൽ ഇങ്ങോട്ട് എടുത്താൽ, തീരദേശ സംരക്ഷണം എടുത്താൽ, അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അധികാര പരിധി നീട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എടുത്താൽ, ഇങ്ങനെ നോക്കിയാൽ ഇപ്പോൾ കശ്മീരിൻ്റെ കാര്യം നമുക്ക് എടുത്താൽ, കൊളീജിയത്തിൻ്റെ കാര്യം എടുത്താൽ, ജഡ്ജിമാർക്ക് കൊടുക്കുന്ന, ഇപ്പോൾ നീതിപീഠത്തിൻ്റെ കാര്യം എടുത്താൽ ജഡ്ജിമാരെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ റിവാർഡ് ചെയ്യാൻ പോകുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ എന്താണ് തരുന്നത് എന്നൊരു പുതിയ സാധനം അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആളുകൾക്കറിയാം. എത്രയോ ആളുകൾ ജഡ്ജിമാർ നോമിനേറ്റ് ചെയ്യപ്പെടുന്നു, സഭയിലേക്ക് ഗവർണർമാരാകുന്നു, പ്രത്യേക പദവികളിലേക്ക് ഉയർത്തപ്പെടുന്നു, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ കാണുന്ന ഭരണഘടന നേരിടുന്ന ഒരു പ്രശ്നം, ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നേരിടുന്ന പ്രശ്നം, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ എന്നൊരു ഭൂമിശാസ്ത്രപരമായ ഒരു സബ്ജക്റ്റാണ്, അല്ലാതെ അതിനകത്ത് ഇന്ത്യ എന്നൊരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാലങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒന്നാണല്ലോ. അപ്പോൾ അത് പലതരം ദേശീയതകളാണ്. പലതരം ദേശീയതകൾ എന്ന് വെച്ചാൽ ഓരോ ദേശീയതയ്ക്കും വേണ്ടിയിട്ട് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യക്കകത്തുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, സമരങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഭാഷയ്ക്ക് വേണ്ടിയുള്ള, പ്രത്യേകമായ ദ്രാവിഡ നാടിന് വേണ്ടിയുള്ള, പഞ്ചാബ് നാടിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള ഉപദേശീയതാ സമരങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ഒരു കാലമാണ് ഇന്ത്യയുടെ കാലം. അതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വന്നൊരു ആരോഗ്യ ജനാധിപത്യമായി നിൽക്കുമ്പോൾ ഭരണഘടനയെ ഞങ്ങൾ സംരക്ഷിക്കും, ഭരണഘടന എക്കാലത്തേക്ക് നിലനിൽക്കേണ്ടതാണെന്ന പൊയ്വാചകങ്ങൾ പറഞ്ഞാൽ പോരാ, അതിൻ്റെ മൂല്യങ്ങളെ നിലനിർത്താനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അത് കേവലമായ വിമർശനമല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി, ഞങ്ങൾ ഇന്ത്യയെ ഐക്യത്തോടെ നിലനിർത്തുകയാണെന്ന് പറയുന്ന ആളുകൾ ഇന്ത്യയുടെ ഐക്യം എന്ന് പറയുന്ന സംഗതിയുടെ അടിയിൽ കൊള്ളിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ എവിടെ നിന്നുള്ള റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അടിസ്ഥാനപരമായി ഞാൻ കാണുന്ന പ്രശ്നം ഫെഡറലിസം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഗവൺമെൻറ് ആ പ്ലാൻ അവസാനിപ്പിച്ചിട്ടില്ല. ഏതെല്ലാമോ വഴിക്കൂടി ഫെഡറലിസത്തിൻ്റെ അടിത്തറ തോണ്ടി മോദി ഒറ്റയ്ക്ക് ഭരിക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലാണ് അവരുള്ളത്. ആ സ്വപ്നം നിറവേറ്റാനുള്ള പോക്കാണെങ്കിൽ ഇത് പാർലമെൻറ്റിലെ ഭൂരിപക്ഷം വെച്ചിട്ടുള്ള ഭരണഘടനയിലെ അമെൻമെൻറ്റ്സിലൊന്നും ആയിരിക്കില്ല പ്രശ്നം. വേറെ ഡാമേജ് വഴിയിലൂടെ സംഭവിക്കും. അതിനെ ചെറുക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് കഴിയട്ടെ, ഇന്ത്യൻ പൊതുസമൂഹത്തിന് കഴിയട്ടെ എന്നാണ് ആശിക്കുന്നത്. തീർച്ചയായിട്ടും ചെങ്കോലുമായി പാർലമെന്റിലേക്ക് വരുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് ഭരണഘടനയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ജനാധിപത്യത്തിൻ്റെ അവസാന ആത്മാവ് ഭരണഘടനാ വിശ്വാസികളുടെ, ജനാധിപത്യ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷയാണ്, അവസാന പ്രതീക്ഷയാണ് ഭരണഘടന. അതുകൊണ്ട് നിരന്തരം ഈ ഭരണഘടനയെക്കുറിച്ച് നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം.